ഹായ് ഫ്രണ്ട്സ്, മെമ്മറൈസ് ട്രാവലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാനിപ്പം വീട്ടിലാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാണ്. ഒരു തീർത്ഥയാത്രയാണ്. ശരിക്കും എൻ്റെ ഒരു ദിവസത്തെ കാഷ്വൽ ഒരു ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തേത്. സാധാരണഗതിയിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പം ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അതായത് ഞാൻ റെഡിയായിട്ട് വന്ന് ഷർട്ടൊക്കെ മാറിയിട്ട് വന്ന് ഇനിയിപ്പോൾ കാപ്പ് കുടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ പാത്രം എടുത്തിരിക്കുകയാണ്. ദോശയാണ് ഇന്ന് രാവിലെ. ചമ്മന്തി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തി, ദോശ, പൊട്ടപ്പണ്ടാരം പോലത്തെ പ്ലേറ്റാണ് ഗൈസ്. ചെറിയ ദോശയും ചമ്മന്തി. കുഞ്ഞിനെയും കഴി വാ. കുഞ്ഞിനെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ്. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇത് ദോശ റെഡി ആയിരിക്കുകയാണ്. ഞാൻ 2 ദോശ ഇങ്ങോട്ട് എടുത്തു. അയ്യോ, അമ്മ കൃഷ്ണന് ഉമ്മയൊക്കെ കൊടുത്തു ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുക. എന്നാലും എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുത്തു. പക്ഷേ എങ്കിൽ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അത് കൊള്ളാം. അപ്പോൾ ഇറങ്ങുമല്ലോ അമ്മേ. ഇതാണ് ഗൈസ് കുഞ്ഞിനിയൻ. ഒഫീഷ്യൽ നെയിം സുദീപ് ഗോപാലകൃഷ്ണൻ എന്നാണ്. കുഞ്ഞിനെയും ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് നോക്കത്തില്ല ഒരിക്കലും. അതെ അതെ അതെ, ഞാൻ മാത്രം കുഞ്ഞിനെ വിളിക്കുന്നത് കേട്ടോ, കുഞ്ഞിനെയാന്ന്. ബാക്കി എല്ലാവരും സുദീപ് എന്നാണ് വിളിക്കുന്നത്. അതെ അതെ. ഏത് പാൻ്റാന്നോ? പാൻറ് കാണിക്കാൻ പറ്റത്തില്ല, ഇച്ചിരി പ്രശ്നമുള്ള പാൻ്റാ. അപ്പോൾ ഗൈസ്, ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അതെ, അമ്മ അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോകുന്നു പറഞ്ഞാൽ തെടനാട് മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ്. അങ്ങോട്ടാണ് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഒരു തീർത്ഥയാത്ര, ഒരു യാത്ര പോകുന്നത് തന്നെ ആദ്യമായിട്ടല്ല, കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പം ഞാനിത് ആ വണ്ടി കയറിയിരിക്കുകയാണ്. സുദീപ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അമ്മ അച്ഛനും വരുന്നു. അച്ഛൻ ഒരു സൈഡിൽ നിന്ന് കയറുന്നു. അമ്മ കയറിയില്ലേ? ഇതാ അമ്മയും വണ്ടിയെ കയറുകയാണ്. ഇത് ഫാമിലി വ്ളോഗാണ് കേട്ടോ. ഇതിനകത്ത് കാഷ്വൽ ആയിട്ടുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ജി എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പം ഇതാ പള്ളിക്കവലയിൽ കയറിയിട്ട് നമ്മൾ നേരെ പാലാ റോഡ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മഞ്ചക്കുഴിയാണ് ചെല്ലുന്നത് കേട്ടോ. മഞ്ചക്കുഴി. നമുക്ക് ഈ റോഡിൽ നിന്ന് എങ്ങനെയാടാ, കപ്പാട് കൂടിയാണ് പോകുന്നത് അതോ? കപ്പാട് കൂടിയാണ് പോകുന്നത്. വഴി ഭയങ്കര മോശമാണ്, ഒരു രക്ഷയില്ല. കുറേയൊക്കെ ടാർ ചെയ്യുന്നൊക്കെ പറയുന്നു. എന്തായാലും കണ്ടറിയാം. ആറാട്ട് കുടുംബത്തിൽ അനുസരണയുള്ളതായ വണ്ടിയെ കയറിയിരുന്നപ്പോ അറിയാതെ സ്റ്റീരിയോ ഓണായി പോയി. ഗൈസ്, ഇത് ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ നാളായിട്ട്, അതായത് പൊൻകുന്നം തമ്പലക്കാട് നിന്ന് കപ്പാട് റോഡ് ഭയങ്കര മോശമാണ്, ഒരു രക്ഷയില്ല. ഇതുണ്ടല്ലേ, നമ്മൾ ഒരു പുതിയ വണ്ടി എടുത്തിട്ട് യാത്ര പോകുന്ന ആൾക്കാർ, ഈ റൂട്ടിൽ വന്നിട്ട് യാത്ര പോകുന്ന ആൾക്കാർ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് വണ്ടി നല്ല കംപ്ലൈൻ്റ് ആയിട്ട് ശരിക്കും ഒരു ഓഫ് റോഡൊക്കെ പോയിട്ട് തിരിച്ചു വന്ന അവസ്ഥയായിരിക്കും നമ്മുടെ വണ്ടിക്ക്. ആ അവസ്ഥയിലാണ് നമ്മുടെ റോഡ് കിടക്കുന്നത്. ഇതുണ്ടല്ലേ, ഇവിടെ എല്ലാം റോഡ് പോയി കിടക്കാം. പക്ഷേ എങ്കിൽ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഫോൺ എടുത്തത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് മരം വെട്ടിയിട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടുന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ആ കാണുന്ന ഏരിയ ഒക്കെ ഭയങ്കര മഞ്ഞാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ആ ഒരു ഏരിയയിലൊക്കെ നോക്കുവാണെങ്കിൽ ഇല്ലിക്കല്ല് കാണാം. വഴി മൊത്തം പോയി കിടക്കുകയാണ്. പക്ഷേ ഈ സൈഡിൽ കുറേ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മരങ്ങളെല്ലാം വെട്ടിയപ്പോഴത്തേനും ഇവിടെ നല്ലൊരു വ്യൂ ആയി. ഉണ്ടല്ലേ, ഈ വഴി ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ വളരെ നേരത്തെ അധ്വാനത്തിന് ശേഷം ഞങ്ങൾ ഇതാ കപ്പാട് എത്തിയിരിക്കുകയാണ്. ഇതാ നേരെ കാണുന്ന കപ്പാട് പള്ളിയാണ്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ, പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയാണ്. കുഞ്ഞിനെ ഇതാ പറപ്പിച്ച വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്.
പറപ്പച്ച എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല, 60 കിലോമീറ്ററിലേ ഉള്ളൂ. മാന്യമായിട്ടുള്ള സ്പീഡാണ് ഗൈസ്. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഫ്ലോയ്ക്ക് പറഞ്ഞാണ്. ഇതാണ്ടേ മീറ്ററെ കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഈരാറ്റോട്ട് പോകുന്ന റൂട്ടിലെ ചെമ്മലമറ്റം കഴിഞ്ഞുള്ള സ്ട്രെയിറ്റ് റോഡ്. എത്ര പേർക്ക് അറിയാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങ് വരെ സ്ട്രെയിറ്റ് റോഡ്. ഇതുണ്ടോ, ഒരു രക്ഷയില്ല. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സെറ്റപ്പായി റോഡെന്ന് പറഞ്ഞാൽ. ഇതുണ്ടല്ലേ, ഈ സൈഡിലൊക്കെ ഒത്തിരി റംബൂട്ടാൻ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ടോ ഇതിവിടുന്ന് തുടങ്ങി നമ്മുടെ തടനാട് എത്തുന്നിടം വരെ, ഇപ്പം തടനാട് എത്തും, അങ്ങ് ദൂരം വരെ ഈ വഴിയാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതേണ്ട കുട്ടനാട് മഹാദേവ ക്ഷേത്രത്തിലേക്കും എത്തിയിരിക്കുക. മഹാദേവനല്ല മഹാദേവനും ശ്രീകൃഷ്ണനും, കൃഷ്ണനല്ലേ, നരസിംഹം, അയ്യപ്പന. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ കവാടം. നമ്മളങ്ങോട്ട് വണ്ടിയുമായിട്ട് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയച്ഛനും ഇറങ്ങി, ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്പലത്തിൻ്റെ അവിടെ ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലെത്തി. ആദ്യമേ വന്നതെന്ന് പറഞ്ഞാൽ വട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. രണ്ടാമത് വന്നേക്കുന്നത് നമ്മുടെ തടനാട് മഹാദേവ ക്ഷേത്രത്തിൽ, മഹാക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പം അമ്പലത്തിനകമായതുകൊണ്ട് വളരെ നിശബ്ദതമായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് കിട്ടിയ കുറേ വിഷ്വൽസ് എല്ലാം ക്യാപ്ചർ ചെയ്തു. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ ഏരിയയിലാണ് കേട്ടോ. ഇതുണ്ടോ,
കുളത്തിലൊന്നും ആരും ഇറങ്ങാറൊന്നുമില്ല. നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി. ഇതേണ്ട അമ്മ നടന്നു വരുന്നു. അച്ഛൻ നമ്മളിനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിലോട്ട് പോകണം. എടാ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ? ഇടത്തോട്ട് പോയാൽ പ്ലാൻ ബി, പ്ലാൻ മാറും. വലത്തോട്ട് പോയാൽ വീട്ടിലോട്ട്. ഏത് വേണേലും തീരുമാനിക്കാം, പറഞ്ഞോളൂ. വലത്തോട്ട് പ്ലാൻ എ, ഇടത്തോട്ട് പ്ലാൻ ബി. ഇടത്തോട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ചുമ്മാ ഇല്ലിക്കല്ലോ ഒരു പോലും, വലിയ ദൂരമൊന്നുമില്ല. വാഗോണ്ട് ഒത്തിരി സമയം എടുക്കും. ഈ ക്രിസ്മസിന്റെ ടൈമും കൂടെ ആയതുകൊണ്ട്. ഗൈസ്, നമ്മളപ്പം ഇങ്ങനെ ഈരാറ്റുപേട്ട റൂട്ടുകളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഈരാറ്റുപേട്ട വരെ ചെല്ലുമ്പോഴത്തേനും നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എത്തും. അല്ലേ ചേച്ചി? ആ, ചന്ദനമൊക്കെ തൊട്ടല്ലോ, ഇപ്പം സെറ്റായി. ഇതാണ് തെടനാട് പള്ളി കേട്ടോ. തെടനാട് പള്ളിയിലൊന്ന് കയറിയിട്ട് പോരും. എന്നാലും അവരും. അപ്പോൾ ഗൈസ്, ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ S23 അൾട്രയിലാണ് എടുക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള ക്യാമറ ഗോപ്രോ, ഇതുകൊണ്ട് അനിയൻ എടുത്ത് തന്ന ക്യാമറ ഗോപ്രോയുടെ റിവ്യൂ ഞാൻ ഇട്ടായിരുന്നു. ഞാൻ ശരിക്കും ഫോൺ എടുത്തിട്ട് ഫോണിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് എടുക്കുന്ന ഫുൾ വീഡിയോ നമ്മുടെ S23 ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ചുള്ള വീഡിയോകളാണ് ഫുള്ളും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഫോൺ എടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺക്ലൂഷനിലൊക്കെ എത്താം. ക്യാമറ വെച്ചിട്ട്, ക്യാമറയുടെ ഈ ഒരു ക്വാളിറ്റി ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ചെറിയ ഒരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്, അതായത് നമ്മുടെ ഈ ക്യാമറയുടെ ക്വാളിറ്റിയിൽ. അപ്പോൾ ചെറിയൊരു ഇതേ വരുള്ളൂ. എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രത്യേകത ഫീൽ ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ഒരു 7 മാസം ആകുന്നുള്ളൂ. 7 മാസം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. കാരണം എനിക്കിൻ്റെ അകത്തൊരു ഫാൾട്ട് പറയാനില്ല നമ്മുടെ S23 അൾട്ര മൊബൈൽ എടുത്തിട്ട്. കാരണം ഇതിൻ്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം ഒരു 10 മിനിറ്റ് എബോ ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഹീറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതല്ലാതെ ഒരു ഇഷ്യൂ എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അടിപൊളി ഫോണാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ S23 എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം ഫോൺ നിന്ന് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലാസ്റ്റ് പീസല്ല, S23 നിർത്താൻ പോവുകയാണെന്ന് നമ്മുടെ ഒരു ഓക്സിജനിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് പെട്ടെന്ന് തന്നെ ഞാൻ പോയി എടുക്കുമായിരുന്നു S23. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നതല്ല S24 ആണ്.
അപ്പോൾ S24 ഞാൻ എടുക്കേണ്ടതെന്ന് വെച്ചതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ AI കുറേ ഫീച്ചേഴ്സുകൾ. അപ്പോൾ ആ ഒരു AI ഫീച്ചേഴ്സ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫോൺ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു 25,000 രൂപ എക്സ്ട്രാ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തത്. നമുക്ക് പിന്നീടുള്ള അപ്ഡേഷനിൽ നമുക്ക് S23 എന്നുള്ളത് S24, അതായത് 2030 വരെയൊക്കെയുള്ള അപ്ഡേഷൻസ് ഓൾറെഡി ഇതിനകത്ത് ആകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഫോണിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എടുക്കണോ വേണ്ടെന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇതാ ഈരാറ്റുപേട്ട എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? തീരുമാനം വല്ലതും ഉണ്ടോ? അരിയത്രപ്പള്ളിയിൽ എന്തായാലും കയറാം. ഒരു ഐഡിയ ഇല്ലാതെ താടിക്ക് കൈയും കൊടുത്തിരുന്ന് അനിയൻ ഇതാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ഐഡിയ ഇല്ല. ഈരാറ്റോടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം. എന്തായാലും അരിയത്രപ്പള്ളി ഞാൻ കയറും. അത് ഞാൻ തീരുമാനിച്ചു. കാരണം ഒത്തിരി നാളായി പള്ളിയിൽ പോയിട്ട്. അരിയത്രപ്പള്ളിയിൽ പോയിട്ട് അരിയത്രപ്പള്ളിയിൽ പോയി കഴിയുമ്പോൾ നമുക്കൊരു തീരുമാനം കിട്ടും അല്ലേ? അപ്പം നമ്മളിതാ അരിയത്രപ്പള്ളിയുടെ ഫ്രണ്ടിലെത്തി. നമ്മളിതാ പാർക്കിംഗ് ഏരിയയിലോട്ട് വണ്ടി കയറ്റുവാണ്. ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് അല്ലേ? അപ്പം നമ്മുടെ വണ്ടി ഇതാ ഈ ഗ്യാപ്പിലോട്ട് കയറ്റിയിടുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അരുവിത്രപ്പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അമ്മ അച്ഛനും ഇറങ്ങി വരുന്നുണ്ട്. അപ്പം വളരെ നാളായി ഞാൻ അരുവിത്രപ്പള്ളിയിൽ എത്തിയിട്ട്. പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടിട്ട് ഞാനും അമ്മയും അച്ഛനും അനിയനും കൂടെ അരുവിത്രപ്പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നേരത്തെ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ഒരു മൃഗശാല പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയായിട്ട്. അപ്പോൾ അതൊന്നുമില്ല. ഇത് സെമിത്തേരിയിലേക്കുള്ള വഴിയാണ്. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പൂവൻകോഴി നിൽപ്പുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? എത്ര എണ്ണം നോക്കി? ഒരു പേടിയില്ല. ഇതാണ് പള്ളിയുടെ പുറയിലാണ് സെമിത്തേരി ഉള്ളത്. ഇതുണ്ടല്ലേ? ഇവിടെ ഈ രാവിലെ സമയത്ത് വരുമ്പോൾ കുറേ അധികം കിളികളുണ്ട്. ഇതുണ്ടോ? കുറേ അധികം കിളികൾ ഇതിലൂടെ നടപ്പുണ്ട്. ഓക്കെ, എന്നാ ഐറ്റം വന്നതിലും പെടുത്തല്ലോ കേട്ടോ. നല്ല രസമാണ് കാണാൻ. വാലൊക്കെ ഇങ്ങനെ ആട്ടി ഒരു പ്രത്യേക സ്റ്റൈലാണ് നടപ്പൊക്കെ. അമ്മയും അച്ഛനും അകത്തുണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ചെറിയ ഗ്യാപ്പിൽ കൂടെ വഴികളുണ്ട്. ആ വഴിയെ കൂടെ കയറിയിട്ട് ഇതണ്ടേ ആ ഫ്രണ്ടിൽ കാണുന്ന അവിടെ നടയുണ്ട്. അപ്പുറത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി വന്നു കേട്ടോ. ഇതുവഴി അങ്ങോട്ടങ്ങ് പോവാം.
എല്ലാവരും വണ്ടിയിലെത്തിയായിരുന്നു. ഞാൻ വീഡിയോ പിടിച്ച് നടന്നുകൊണ്ട് ഇവരെയൊന്നും കണ്ടില്ല. അപ്പോൾ അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് കുരിശുമല ഇല്ലിക്കൽ കയറാം. കുരിശുമല ഇല്ലിക്കൽ കയറുന്നില്ലെങ്കിൽ കുരിശുമല കയറാം. കുരിശുമല കണ്ടിട്ടുണ്ടോ അമ്മ? എന്നാ ഇല്ലിക്കല് പോയി കയറാം. പോകാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇല്ലിക്കല്ലിലേക്ക് പോവുകയാണ്, ഫാമിലി ട്രിപ്പ്. അപ്പം അരിയത്തറപ്പള്ളി കയറിയിട്ട് ഇറങ്ങി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും പ്ലാൻ ബി, ഇടത്തേക്ക്. വലത്തേക്ക് പോയ വീട്, ഇടത്തേക്ക് പോയ പ്ലാൻ ബി, ഇല്ലിക്കൽ. ഇതാണ് പള്ളിയുടെ പാർക്കിംഗ് ഏരിയ കേട്ടോ. ഇതുകൊണ്ട് ഈ ഇടത്തെ സൈഡിലെ കടയിൽ കയറുവാണെങ്കിൽ നല്ല കിട്ടില്ല സംഭാരം കിട്ടും. കുടിക്കണോ? ഇവിടെ ലാലൂമിയ. കയ്യിൽ കാശ് ഇല്ല. സംഭാരം നല്ലതല്ലേ? പുളിയുള്ള സാധനങ്ങൾ രാവിലെ കുടിക്കാൻ നല്ല, പാലും ഒക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സെൻട്രൽ ജംഗ്ഷനിലേക്കാണ്. സെൻട്രൽ ജംഗ്ഷനിൽ നമ്മൾ കയറുന്നുണ്ടോടാ? അതുകൊണ്ട് ഇവിടുന്ന് ആ വലത്തോട്ടുള്ള സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനാണ്. പുളിക്കൻ ഷോപ്പിംഗ് മാളെല്ലാം ഈ സൈഡിലാണ്. നമുക്ക് വേണമെങ്കിൽ നേരെ പോയാലും ഇല്ലിക്കല്ല് ചെല്ലാം. ചെല്ലത്തില്ലേ? മൂന്നിലും കൂടി ചെല്ലാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ റോഡ് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇടത്തോട്ട്. ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ പാലായിക്ക് പോവാം. നമ്മളിവിടുന്ന് വലത്തേക്കാണ് തിരിയേണ്ടത്. വലത്തേക്ക് പോയി കഴിഞ്ഞാൽ കളത്തക്കടവ് ചെന്നിട്ട് കളത്തക്കടവിൽ നിന്ന് തിരിഞ്ഞ് മൂന്നിലവ് കൂടിയിട്ട് നമുക്ക് ഇല്ലിക്കല്ലിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഇല്ലിക്കല്ലിൻ്റെ രണ്ട് സൈഡിലും ഇപ്പം നമുക്ക് വ്യൂ പോയിൻ്റ് ആക്കിയിട്ടുണ്ട്. അതായത് പുറകിൽ കൂടെയും വന്ന് കയറാം, മുന്നിൽ കൂടെയും കയറാം. രണ്ട് സൈഡിലും കയറാവുന്ന രീതിയിലാണ്. രണ്ടാം സൈഡിൽ കൂടെ സൈഡിൽ. അപ്പം നമ്മൾ വലത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇതുണ്ടോ, കേരള പോലീസിൻ്റെ ഗൂർഖ ഫോഴ്സ് ഗൂർഖയാണ് പോകുന്നത് കേസ്. ഒരു രക്ഷയില്ലാത്ത വണ്ടി. പക്ഷേങ്കിൽ താറ് റോക്സ് വന്നപ്പോഴത്തേനും ഇതങ്ങ് ഇരുന്ന് പോയി കേട്ടോ. അത്ര അങ്ങോട്ട് എറിക്കുന്നില്ല. പക്ഷേ ഹെവി ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടിയാണ് ഗൂർഖ. നമ്മുടെ ജീപ്പൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ പോകാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ മെയിൻ്റനൻസും ഉണ്ട് കേട്ടോ. വണ്ടി കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. ഇതുണ്ടോ, ഒരു രക്ഷയില്ല. ഇല്ല, വണ്ടിയുടെ ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ അവർ ഇരിക്കേണ്ട കാര്യം. പോലീസ് ഇരിക്കുന്നതുകൊണ്ട് പോലീസ് ഇരിക്കുന്നതുകൊണ്ട് നല്ല. ഞാൻ പോലീസ് ഇടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുന്നത് ഞാൻ കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു. ഇപ്പൊ താറ് വന്നപ്പോഴത്തേനും ഇച്ചിരി ഇഷ്ടം താറിലേക്കും പോയി കേട്ടോ. ചെറിയൊരു ഷോർട്ട് കട്ട് ചാടിയിട്ട് ഇതുണ്ടല്ലേ, നമ്മുടെ നടക്കലോട്ട് എത്തുന്ന വഴിയിലോട്ട്. നടക്കൽ താഴത്തെ നടക്കലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ താഴത്തെ നടക്കൽ, മേളത്തെ നടക്കൽ. അപ്പോൾ ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇല്ലിക്കല്ല് പോകത്തില്ല. പോവോ? അത് പക്ഷേ ഇച്ചിരി ചുറ്റായിരിക്കും. മറ്റേ ആയിരുന്നു, നേരെ റോഡെ പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ തലനാട് കൂടി പോകേണ്ടി വരും. അതുവഴി പോകാനുണ്ടോ? പക്ഷെ മറ്റേ മൂന്നിലവ് കയറിയിട്ട് പോകുന്ന മറ്റേ പുറകെ കൂടെയാണോ പോകുന്നത്? പുറകെ കൂടെ. എന്നാ പിന്നെ പുറകെ കൂടെ. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്നത് ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. അതായത് ഫ്രണ്ട് സൈഡിലും നമുക്ക് വ്യൂ ഉണ്ട്, ബാക്കിലും വ്യൂ ഉണ്ട്. അവിടെ ഒത്തിരി, ഒന്നാമത്തെ കാര്യം ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഫുള്ള് കൈവരിയൊക്കെ വെച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ KSRTCയുടെ പുറകെ പിടിച്ചു പോയത് ഈരാറ്റുപേട്ട തലനാടാണ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കാറിന് വരാം, ഞാൻ ബസ്സേ കയറി വരാം. എങ്ങനെയുണ്ട്? വേണ്ട, ഇല്ല, ഞാനൊരു ജോക്ക് പറഞ്ഞതാണ്. ഈ വണ്ടിയൊക്കെ അറിയാം, ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്നത്, ഈരാറ്റുപേട്ട കൂടി തലനാടിന് പോകുന്ന KSRTC കേട്ടോ. ഈ വണ്ടിയൊക്കെ കയറിയാൽ അവിടെ ചെല്ലാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് താഴത്തെ നടക്കലാണ് കേട്ടോ. നടക്കൽ. അപ്പോൾ നമ്മൾ തീക്കോയി അടുക്കാറായിട്ടുണ്ട് ഗൈസ്.
നമ്മുടെ തലനാട് വണ്ടി KSRTC ഇതാ ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട്. അതെ, സർക്കാർ മുന്നിൽ നയിക്കുന്നു. ഇത് കാണാൻ നല്ല രസമല്ലേ? ഇതല്ലേ ഈ പെട്ടി പോലെ ഇരിക്കുന്ന വണ്ടിയാണേലേ നല്ല രസമുണ്ട്. ഒരുത്തം കുറെ നേരമായിട്ട് അതിന്റെ പുറകെ നിൽക്കുക കേട്ടോ, കയറാൻ പറ്റുന്നില്ല. കയ്യെ ഗ്ലൗ ഒക്കെ ഇട്ട് റൈഡ് പോകുന്ന പിള്ളേരുണ്ടോ, റൈഡിങ് പിള്ളേരുണ്ടോ അമ്മ. അവനവിടെ വണ്ടി നിർത്താൻ പോകുന്നു. KSRTCയുടെ പുറകെ പിടിച്ച് അവൻ മടുത്തു. ലാസ്റ്റ് അവൻ ചൊല്ലിട്ടിട്ട് അവിടെ സൈഡിൽ ഒതുക്കി കേട്ടോ. മറൈൻ മിറാക്കിൾസ് പുതിയ പരിപാടിയാന്ന് തോന്നുന്നല്ലേ? കോട്ടയത്ത് നടക്കുന്നല്ലേ? ഇതെന്നാ എഴുതിയേക്കുന്നേ? ആ, ഡിസംബർ. അതേ, നമ്മുടെ KSRTCയുടെ പുറകിൽ എന്തോ ഒട്ടിച്ചിരുന്നത്. ഡിസംബർ 20 മുതൽ മറൈൻ മിറാക്കിൾസ് നാഗമ്പടം മൈതാനത്ത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതെൻ്റെ കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതെൻ്റെ ഡിസംബർ 20 മുതൽ മറൈൻ മിറാക്കിൾസ് ആരംഭിച്ചിരിക്കുകയാണ് നാഗമ്പടം മൈതാനത്ത്. ആനയൊക്കെ ഉണ്ട് അതിൻ്റെ കേട്ടോ. സമയം 2 PM ടു അതിൻ്റെ അകത്തല്ലേ? അതെ, ഈരാറ്റുപേട്ട അയ്യപ്പൻ ആനവണ്ടിയും. ഇത് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അതായത് നമ്മുടെ ആനവണ്ടിയും ആനയും ഇതൊരു അപൂർവ നിമിഷം തന്നെ കേട്ടോ. അപൂർവ നിമിഷം തന്നെ. ആനയുടെ പുറവശം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും. ആണോ? പതുക്കെ പോകും. എന്താ പോന്നെ? നടത്തിക്കൊണ്ട് പോകുന്നതല്ല, ആനയെ ഡെയിലി നടത്തണം. അതിന് വേണ്ടി നടക്കണം. ആനയ്ക്കും വ്യായാമം ഒക്കെ വേണ്ട അമ്മേ? അല്ല, അതിനും ബിപിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളതാ. എല്ലാ ആനയും നടത്തുന്നുണ്ട്. തൊട്ട് വായിക്കല്ലേ വീട്? വായിക്കില്ല എന്റെ വീട്. അത് ഈരാറ്റുപേട്ട അയ്യപ്പനാണോ? ഓ, ഈരാറ്റുപേട്ട അയ്യപ്പനാണ് പോയി അല്ല ഗൈസ് നടന്നു പോയത്. ഞാൻ ആനയെന്ന് മാത്രമേ കേട്ടുള്ളൂ, ബാക്കി കേട്ടില്ല. ഒരു നാരങ്ങാളം കുടിക്കല്ലേ? അപ്പോൾ നമ്മള് തീക്കോയി എത്തിയിരിക്കുകയാണ്. തീക്കോയി. അപ്പോൾ നമ്മുടെ അപ്പവും പൊറോട്ടയും എത്തിയിരിക്കുകയാണ്. എനിക്കുള്ള പൊറോട്ട ഇവിടെ എത്തി. ചേട്ടനിതാ മുട്ടക്കറിയൊക്കെ എത്തിച്ചിട്ടുണ്ട്. തന്നെ ഈ ചേട്ടനാ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ മുട്ടക്കറിയും പൊറോട്ടയുടെ മേളിലേക്ക് അങ്ങ് ഒഴിക്കുക. അപ്പം മുട്ട താഴെ പോയേനെ. കൊടുത്തു പൈസ കൊടുത്തു. അത് 306 കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ്ലാൻഡ് ഹോട്ടലിലാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുക. ചേട്ടാ നമസ്കാരം. നല്ല ഫുഡായിരുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടി. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എങ്ങനെയാ പേരെങ്ങനെയാ? എത്ര നാളായി നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട്? 4 മാസമായുള്ളൂ. അതെ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് സെയിലൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു. നല്ല ഫുഡ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ തിരക്കിട്ട ആളുകൾ എല്ലാവരും കൂടുതലുള്ള. അപ്പം പെട്ടെന്ന് കയറി വന്ന് 10 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി. അതാണ്, പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നല്ല ഫുഡ്, അടിപൊളി. ഓക്കെ, കാണാമേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇതാണ് ഫുഡ്ലാൻഡ് ഹോട്ടൽ. ഇതുണ്ടല്ലേ, നല്ല തിരക്കാണ്. റോഡിൻ്റെ സൈഡിലാണ്. പെട്ടെന്ന് നമുക്ക് കയറിയിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ കുറേ റൈഡിങ് ടീംസ് വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇവരെല്ലാം ഫുള്ള് യാത്രയാണ്. ഫുള്ള് ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് റൈഡിങ് പിള്ളേരാണ് കേട്ടോ. ഇതല്ലേ, അപ്പോൾ ഇതാണ് ഹോട്ടല് ഫുഡ്ലാൻഡ്. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മുടെ വാഗമണ്ണ് പോകുന്ന റൂട്ടിൽ തീക്കോയിലാണ് നമ്മുടെ ഈ ഹോട്ടൽ ഫുഡ്ലാൻഡ് ഉള്ളത്. ഇപ്പം 4 മാസമായുള്ളൂ തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ല സെയിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫുഡ് കിട്ടും. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. റൈഡിങ് ടീംസ് എല്ലാം പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലും പജീറോ, ഒരു രക്ഷയില്ല.
അപ്പൊ ഗൈസ് ഇതാണ്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇതാണ്ട് തീക്കോയി പള്ളി. ഇതാണ് തീക്കോയി പള്ളി കേട്ടോ. തീക്കോയി പള്ളിയുടെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. ആ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. ഇച്ചിരി സൈലന്റ് ആയിട്ടിരിക്കൂ പ്ലീസ്. അപ്പൊ നമ്മള് തീക്കോയി നിന്നണ്ട് ഇല്ലിക്കല്ല് റോഡിലേക്ക് കേറുവാണ്. ഇല്ലിക്കല്ല് ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഇല്ലിക്കല്ലാണ്. കിടിലം പാലം. അത് നേരത്തെ പഴയ പാലോ? അത് പഴയ പാലോ? അത് നടപ്പ് പാലം. ഇത് പുതിയത് വന്നതാ വണ്ടി കയറാൻ വേണ്ടിട്ട്. എടാ ഇവിടുന്ന് റൂട്ട് നോക്കണേ. ഇത് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കിട്ടില്ല, അയ്യമ്പാറ കേട്ടോ. ഇതുകൊണ്ട് എഴുതി വെച്ചേക്കുന്നേ. പക്ഷെ ഈ റൂട്ടിൽ പോയിട്ട് നമുക്ക് അയ്യമ്പാറ കണ്ടിട്ട് വേണം ഇല്ലിക്കല്ല് പോലോ. അയ്യമ്പാറ കിട്ടുന്ന സ്ഥലമാണ്.